നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ കുളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു വ്ളോഗാക്കാൻ നമ്മൾ വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംസം കാർ വാഷ് മണനാക്കിലാണ്. നമ്മുടെ വണ്ടി ഇവിടെ വാഷ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തെ വാഷ് ഫസ്റ്റ് വാഷാണ്. നമ്മൾ ബോഡി വർക്ക്ഷോപ്പിൽ പോയിട്ടും അതേപോലെ വണ്ടി എടുത്തിട്ട് ഇതുവരെയും കഴിവിട്ടില്ലെന്നല്ല, സർവീസ് വാട്ടർ സർവീസ് ഞാൻ കഴിവാതെ വണ്ടി കൊണ്ട് ഓടുന്നത്. അതെ, എല്ലാ ദിവസവും കഴിവും വൃത്തിയാക്കും, നല്ല വൃത്തിയോടെ കൊണ്ട് നടക്കുവാണ്. പക്ഷേ നമ്മൾ സർവീസ് ഇവർ പ്രൊഫഷണലി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യും. പ്രത്യേകിച്ച് പ്രഷർ വാഷൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചെളി പോവും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്റ്റിക്കർ, ഇവിടുത്തെ സ്റ്റിക്കറിലെ കുറച്ച് ഭാഗങ്ങൾ ആക്ച്വലി നമ്മൾ കൈവച്ച് കഴുകിയിട്ടും പോകുന്നില്ല. അപ്പോൾ അതും കൂടെ ആക്ച്വലി ഇവർ കഴിയുമ്പോഴത്തേക്ക് പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതിപ്പോൾ നോക്കാം എന്തായാലും ഇവരുടെ കഴിവൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കത് കണ്ടറിയാം. 1500 രൂപയാണ് എന്തായാലും ഇപ്പോൾ വണ്ടി ഇതുപോലെ നമ്മുടെ 24 സീറ്റ് വണ്ടി എന്തായാലും വാഷ് ചെയ്യാനായിട്ട് 1500 രൂപയാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 3900 അല്ലേ, 3900 ചെയ്തതെന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എവിടെയെങ്കിലും ഇതിനേക്കാളും കാശ് കുറച്ച് തരുന്നെങ്കിൽ, ഇനി അതല്ല ഈ ഒരു 24 സീറ്റ് വണ്ടിക്ക് നിങ്ങളുടെ വാഷ് ചെയ്യുന്ന എത്ര രൂപയാണ് അതും വീഡിയോയുടെ കമൻ്റ് ആയിട്ടിട്ടുള്ളൂ. സമയം ഇപ്പോൾ 12:40 പക്ഷേ 4 മണിയാകുമ്പോഴേ നമുക്ക് ഈ ഒരു വണ്ടി തരത്തുള്ളൂ. അപ്പോൾ അത്രയും നല്ല ക്ലീൻ വർക്കാണ് അല്ലേ പുള്ളി പറയുന്നത്. 1500 രൂപ നമ്മൾ വാങ്ങിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഇനി എന്തായാലും അടിയിൽ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഇതിൻ്റെ അടിയിൽ നമുക്ക് മെയിനായിട്ടല്ലേ അടിയാണ് ക്ലീൻ ആവേണ്ടതല്ലേ, പെയിൻ്റ് അടിക്കുമ്പോഴല്ലേ. അതെ, ഗ്രീസ് അടിക്കണം, അങ്ങനെ കുറേ പണികൾ ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കൂളിംഗ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ വണ്ടി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കൂളിംഗ് എന്ന് മാത്രമല്ല വേറെ കുറേ പരിപാടികൾ എന്തായാലും അകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉടനെ തന്നെ കാണിച്ചു തരാം. ഒന്ന് വണ്ടി വൃത്തിയാവട്ടെ, അതിനുശേഷം ഇതുവരെയുള്ള അപ്ഡേഷൻസ് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനിയും ഉണ്ട്, ഇനിയും അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ ഓരോരോ അപ്ഡേഷൻസ് അല്ലേ. ഓരോരോ അപ്ഡേഷൻസ് എന്തായാലും വന്നുകൊണ്ടിരിക്കും. അത് നമ്മളിങ്ങനെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങളെ ഞെട്ടിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പുകളായിട്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യവും ഞെട്ടിപ്പിക്കാനുള്ള ഓരോ പ്രാവശ്യമായിട്ട് നിങ്ങളെ ഞെട്ടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതെ, വെറൈറ്റികളെ നമ്മൾ കൊണ്ടുവരത്തുള്ളൂ.